ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിക്ക് പിന്നാലെ തൃശൂർ DCC ഓഫീസിന് മുന്നിൽ വീണ്ടും പോസ്റ്റർ. അനിൽ അക്കര, MP വിൻസെന്റ് എന്നിവർക്കെതിരെയാണ് പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടത്. അനിലക്കര BJPയിൽ നിന്ന് പണം വാങ്ങിയെന്നും MP വിൻസെന്റ് ഒറ്റുകാരനാണെന്നും ആരോപണം. തുടർച്ചയായ മൂന്നാം ദിവസമാണ് തൃശൂർ DCCക്ക് മുന്നിൽ പോസ്റ്റർ പ്രതിഷേധം ഇങ്ങനെ ഉണ്ടാകുന്നത്. സൂരജ് സജി വീണ്ടും ചേരുകയാണ്. സൂരജ്, അപ്പോൾ അക്കാര്യത്തിൽ അണികൾക്കിടയിൽ, കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ, പ്രാദേശിക നേതാക്കൾക്കിടയിൽ, യൂത്ത് പ്രവർത്തകർക്കിടയിലൊക്കെ നേതൃത്വത്തോട് വലിയ പ്രതിഷേധമുണ്ട്. അത് പ്രതിഫലിക്കുന്നതല്ലേ പോസ്റ്ററുകളുടെ രൂപത്തിൽ? അഷ്മി, സ്മിത, എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് തോൽവിയെ സംബന്ധിച്ച് വലിയ പ്രതിഷേധം അല്ലെങ്കിൽ വലിയ പ്രവർത്തകരുടെ അമർഷം അത് മൂന്നാം ദിവസവും പ്രകടമാകുന്നു എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഇന്നും DCCക്ക് മുന്നിൽ ഈ പോസ്റ്റർ പ്രതിഷേധം ഉണ്ടായിരിക്കുന്നു. ഇന്ന് കുറച്ചുകൂടി കടുപ്പിക്കുന്ന നിലയാണുള്ളത്. സാധാരണ ഒരു പോസ്റ്ററോ രണ്ട് പോസ്റ്ററോ ഒക്കെ ഒട്ടിച്ച് പ്രതിഷേധം രേഖപ്പെടുത്തി മടങ്ങുന്നതാണ് പതിവെങ്കിൽ ഇക്കുറി DCCയുടെ രണ്ട് ചുവരുകളിലും നിറയെ പോസ്റ്ററുകൾ പതിപ്പിച്ചിരിക്കുന്നു. അതിൽ നേതാക്കന്മാരുടെ പേരെടുത്തു പറഞ്ഞുകൊണ്ട്, പ്രത്യേകിച്ച് മുൻ MLA അനിലക്കരയുടെ വാർഡിൽ പോലും BJP ലീഡ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അക്കരെ നിന്ന BJPയെ ഇക്കരെ എത്തിക്കാൻ അനിലക്കര സ്വന്തം ബൂത്തിൽ വോട്ട് മറിച്ചോ, അങ്ങനെ തുടങ്ങി MP വിൻസെന്റിനെതിരെ എല്ലാവർക്കെതിരെയും ഉന്നയിക്കുന്നു. പ്രത്യേകിച്ച് ഈ പ്രധാനമന്ത്രിയുടെ സന്ദർശന വേളയിൽ പ്രധാനമന്ത്രി പോയതിനു ശേഷം, അതായത് വനിതാ സംഗമം നടത്തി പ്രധാനമന്ത്രി പോയ വേദിയിലേക്ക് KSU പ്രവർത്തകർ ചാണകവെള്ളം തളിച്ചുകൊണ്ടൊരു പ്രതിഷേധം നടത്തിയിരുന്നു. ആ പ്രതിഷേധത്തിന് ഈ KSU പ്രവർത്തകരെ പറഞ്ഞുവിട്ട നേതാവിന്റെ പേരടക്കം എടുത്തു പറഞ്ഞുകൊണ്ടുള്ള വിമർശനമാണ്. എന്തായാലും വലിയ രീതിയിൽ DCCയെ പ്രതിസന്ധിയിലാക്കുന്ന തരത്തിലേക്ക് ഈ പോസ്റ്റർ പ്രചരണം മാറുകയും ചെയ്തിട്ടുണ്ട്. ഹാഷ്മി, സ്മിത. ശരി, സൂരജ് സജിയാണ് വിവരങ്ങളുമായി ചേർന്നത്.